ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നൈറ്റീൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ നൈറ്റി തയ്ക്കണമെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡിലാണ് ഞാൻ ഈ കാട്ടുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് നൈറ്റി ബിറ്റ് തുണിയാണ്. നൈറ്റി തയ്ക്കാൻ നമുക്ക് വേണ്ട ഫാബ്രിക് എന്ന് പറയുന്നത് ഇത് 290 തന്നെ നമുക്ക് കട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ അത് നമ്മളിതുപോലെ വാങ്ങിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് 200 രൂപേൻ്റെ താഴെയിൽ നമുക്ക് ഈ നൈറ്റി ബിറ്റ് വാങ്ങിക്കാൻ കിട്ടും. അതിന് ഇതുപോലെ നമ്മൾ 4 ആക്കി ഇതുപോലെ മടക്കുകയാണ്. നീളത്തിൽ ഇതുപോലെ മടക്കുക. അപ്പോൾ താഴേക്കുള്ളത് നൈറ്റീൻ്റെ ലെങ്ത്ത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് ഒരു 34-36 ഇഞ്ചായിരിക്കും നമുക്ക് വീതി കിട്ടണത്. ഇനി ഇവിടെ നിന്ന് ഈ മടങ്ങിയ ഭാഗത്തു നിന്ന് ഷോൾഡറിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക 7.5 ഇഞ്ച്. അതുപോലെ ആം ഹോള് 8 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യണത്. അപ്പോൾ ചുരിദാർ നമ്മൾ തയ്ക്കുമ്പോൾ 7 ഇഞ്ചാണ് സാധാരണ ആം ഹോൾ എടുക്കുന്നത്. അപ്പോൾ എത്രയാണ് നിങ്ങൾ ആം ഹോൾ എടുക്കണത് അതിൽ നിന്ന് 1 ഇഞ്ച് കൂട്ടി നമ്മളിവിടെ ആം ഹോൾ മാർക്ക് ചെയ്യാം. ഇനി ഇവിടെ നിന്ന് യോക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ യോക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 9 ഇഞ്ചാണ്. പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. അതിൽ 1 ഇഞ്ച് എന്ന് പറയുന്നത് മുകളിൽ 1/2 ഇഞ്ച് തയ്ക്കാനും താഴെ സ്കേർട്ട് പോർഷനായിട്ട് അറ്റാച്ച് ചെയ്യാനാണ് ഈ 1 ഇഞ്ച്. ഇനി ഇവിടെ നിന്ന് ഒരു 12 ഇഞ്ചിൽ ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്യാണ് ഇവിടുത്തെ 1 ആയിട്ട് അടയാളപ്പെടുത്തുന്നത്. അപ്പം അത് 12 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അത് ഇവിടെ നിന്ന് താഴേക്ക് ആ ഒരു പോയിൻ്റ് ഒരു 9.5 ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്യാണ്. ഇവിടെ നമ്മൾ 8 ഇഞ്ചാണ് എടുത്തിരുന്നത്. താഴേക്ക് 1 ഇഞ്ച് കൂട്ടി 9 ഇഞ്ച് എടുക്കുക ആ ഒരു സൈഡിലേക്ക്. ഇനി ഇവിടെ നമുക്ക് വേണ്ടത് സ്ലീവിൻ്റെ ലെങ്ത്താണ്. അപ്പോൾ നമുക്ക് എത്രയാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 7 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത്. പ്ലസ് 1/2 ഇഞ്ച് അവിടെ മടക്കി തയ്ക്കാൻ എടുക്കുക. മുകളിലും ഒരു 1/2 ഇഞ്ച് എടുക്കുക. അതാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് കൈയിൻ്റെ ലൂസ് കൈവണ്ണം എത്രയാണ് വേണ്ടതെന്ന് അടയാളപ്പെടുത്താം. അപ്പോൾ ഞാനിവിടെ ഒരു 8 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഈ ഒരു പോയിൻറ്റും കൂടി നമ്മൾ ജോയിൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മളവിടെ 12 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻ്റാണ് നമ്മൾ ആ മുകളിൽ കാണുന്നത്, താഴെ ആ ഒരു സൈഡിൽ കാണുന്നത്. അപ്പോൾ അതും ഈ ഒരു ലൈനും സെയിം ആയിട്ട് വരണം. ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി ഈ ഒരു താഴത്തെ പോയിൻറ്റും കൂടെയാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഇവിടെ ഒന്നും കൂടി ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുക. കണ്ടോ, ഇതാണ് 12 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത പോയിൻ്റ്. ആ ഒരു പോയിന്റിൽ നിന്ന് വേണം മുകളിലേക്ക് അത് ജോയിൻ ചെയ്യേണ്ടതും. ആ ഒരു പോയിന്റിൽ നിന്ന് തന്നെ താഴേക്കും നമ്മൾ ആ കൈയിൻ്റെ ലൂസ് അവിടെയും ജോയിൻ ചെയ്യേണ്ടത് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് 5 ഇഞ്ച് കിട്ടുന്നുണ്ട്. അതുപോലെ ഇവിടെയും 5 ഇഞ്ച് തന്നെയാണ് കിട്ടുന്നത്. ഇനി ഇവിടേക്ക് ഇനി ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ എടുക്കുകയാണ്. ഒരു 10.5 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്യാണ്. അത് ഈ ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ആ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ ഒന്ന് ചരിച്ച് കൊടുക്കുക. അത് താഴേക്കുള്ള ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്യും സ്കേർട്ടിന് വേണ്ടി ചുരുക്കം ഇടാൻ. അപ്പോൾ അതിന് വേണ്ടിയാണ് ആ ഒരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഒന്നുകൂടി ഇതൊന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഞാൻ ആം ഹോളൊന്നും കൊടുക്കണില്ല. ഇത് ആം ഹോളിൻ്റെ ഷേപ്പൊന്നും കൊടുക്കണില്ല. അതിൻ്റെ പകരമാണ് നമ്മൾ ഈ ഒരു മോഡലിൽ കട്ട് ചെയ്യണത്. അപ്പോഴാണ് നമുക്ക് ആ സ്ലീവ് കിട്ടുള്ളൂ. മനസ്സിലായോ? ഇനി ഈ ഒരു ലൈന് നമ്മളിത് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി ലൈറ്റായിട്ട് ചെരിച്ച് വേണമെങ്കിൽ വരച്ചു കൊടുക്കാം. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് സ്ലീവിൻ്റെ ഭാഗമാണ്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഞാൻ സ്കേർട്ട് പോർഷനാണ് കട്ട് ചെയ്യണത്. അപ്പോൾ ആ ഒരു പോർഷനിൽ ആ ഒരു ചെരിഞ്ഞിരിക്കുന്ന പോർഷനിലും ആ സ്ലീവിൻ്റെ പോർഷനായിട്ട് നമ്മൾ കറക്റ്റ് ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യണത്. ഇനി ഈ ഒരു ഭാഗം ഇതുപോലെ ചെരിച്ച് ഞാൻ കട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് യു ഷേപ്പ് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇവിടുത്തെ ആം ഹോളാണ് അത്, ആം ഹോളിൻ്റെ ലെങ്ത്ത്. ഇവിടെ വേറെ ഷേപ്പ് ഒന്നും നമ്മൾ വരച്ചു കൊടുത്തിട്ടില്ല. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക.
ഇപ്പോൾ ഇവിടെ യോക്ക് പോർഷൻ ഇതുപോലെ തിരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ യോക്ക് പാർട്ട്. ഇത് സ്ലീവിൻ്റെ ഭാഗമാണ്. ഇനി ഈ ഒരു മടങ്ങിയ ഭാഗമുണ്ട്, അതും കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത്യാവശ്യം വണ്ണമുള്ളവർക്ക് ഈ 290 മീറ്റർ മതിയാവും. തുണിയുടെ വീതി വരണത് 36 ഇഞ്ചാണ്. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ചുരുക്കം നമുക്ക് കിട്ടില്ല, അത്യാവശ്യമായിട്ടുള്ള ചുരുക്കമാണ് നമുക്ക് കിട്ടേണ്ടത്. ഇത് ഫ്രണ്ട്, ഇത് ബാക്ക് പാർട്ടാണ്. ഇനി നമുക്ക് ഇതൊക്കെ എങ്ങനെയാണ് ജോയിൻ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുത്തേക്കേണ്ടത്. അപ്പോൾ ഇവിടെ 2.5 ഇഞ്ചാണ് നെക്കിൻ്റെ വീതി കൊടുക്കുന്നത്. ഇനി നെക്കിൻ്റെ ലെങ്ത്ത് നമുക്ക് ഏത് നെക്കാണ് വേണ്ടത് ആ ഒരു നെക്കിൻ്റെ ലെങ്ത്ത് നമുക്ക് അവിടെ കൊടുക്കാം. ഇവിടെ 4.5 ഇഞ്ചാണ് നെക്കിന് ലെങ്ത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ബക്കറ്റ് നെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ വേണം അത് വരച്ചെടുക്കേണ്ടത്. ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ബാക്ക് സൈഡ് ഇതുപോലെ തന്നെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടുത്തെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഞാൻ 3.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അത് നമുക്ക് സ്ക്വയറോ യു ഷേപ്പോ കൊടുക്കാം. ഇനി നെക്കിൻ്റെ ഭാഗത്ത് ഞാൻ ഇതുപോലെ ഒരു പീസ് തുണി വെച്ച് കൊടുക്കുകയാണ്. നെക്കിന് പൈപ്പിംഗ് കൊടുക്കുന്നതിൻ്റെ പകരം ഞാൻ ഇതുപോലെ ഒരു ലൈനിങ് പീസ് എടുത്തിട്ട് നമ്മൾ മുന്നേ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ നെക്ക് പീസ് ഉണ്ടല്ലോ, അത് ഇതുപോലെ മടങ്ങിയ ഭാഗത്തായിട്ട് വയ്ക്കുക. എന്നിട്ട് ആ ഒരു നെക്കിൻ്റെ ഷേപ്പ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇങ്ങോട്ട് ഒരു ഇഞ്ചോ 2 ഇഞ്ചോ വീതി ഇങ്ങോട്ട് വേണം, എന്നാലേ നമുക്ക് മടക്കി തയ്ക്കാനുള്ള തുണി കിട്ടുള്ളൂ. എന്നിട്ട് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ആ കട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു പീസ്. അത് ഇതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗത്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല വശത്ത് വേണം നമ്മൾ ആ ഒരു പീസ് വെച്ച് കൊടുക്കേണ്ടത്. ഇനി അതുപോലെ തന്നെ ബാക്ക് സൈഡിലും ഒരു പീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതുപോലെ കട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ പൈപ്പിംഗ് ചെയ്യണ പോലെ ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് മടക്കി ഉള്ളിലേക്ക് തയ്ച്ചു കൊടുക്കാം. ഇനി ഇവിടെ നമുക്ക് കുറച്ച് ലേസ് വർക്ക് വേണമെങ്കിൽ കൊടുക്കാം. ആ ഒരു ഷേപ്പിൽ തന്നെ ഇതുപോലെ ഒരു ഡയമണ്ട് ഷേപ്പിൽ ഇതുപോലെ കൊടുക്കാം. അതല്ല അത് വേണ്ടാത്തവർക്ക് നമുക്കത് മാറ്റി സാധാ വല്ല ഷോ ബട്ടൺ വല്ലതൊക്കെ കൊടുക്കാം. അപ്പോൾ ഇത് ഫ്രണ്ട് ഓപ്പൺ അല്ല, ഓപ്പൺ അല്ലാണ്ടുള്ള നൈറ്റിയാണ് ഞാൻ കട്ട് ചെയ്യണത്. അപ്പം നമ്മുടെ കയ്യിൽ ലേസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഉചിതം പോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഇവിടെ ചെറിയ കട്ടിങ് കൊടുത്തിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പം അതിന് വേണ്ടി നല്ല സൈഡും നല്ല വശവും ചേർത്തിട്ട് അതുപോലെ ലൈനിങ് ഭാഗം ഇതുപോലെ മലത്തി പിടിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. വളരെ എളുപ്പമാണ് നമുക്ക് നൈറ്റി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ. മനസ്സിലാകാത്തവർ ഒന്നുകൂടി ഈ ഒരു വീഡിയോ കണ്ടു നോക്കാം. ഇവിടെ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് ലോക്ക് ചെയ്തൊക്കെ കൊടുക്കുക. ഇവിടെ ഞാൻ ഫുൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി തയ്ച്ചു കൊടുത്താൽ മതി. ഇതിനെ ഉള്ളിലേക്ക് ആക്കിയിട്ട് നല്ല നീറ്റായിട്ട് ഇതുപോലെ അടിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് സ്ലീവാണ് ഇനി ജോയിൻ ചെയ്യാനുള്ളത്. പിന്നെ ഇനി സ്ലീവ് ജോയിൻ ചെയ്യണേ നോക്കാം. അപ്പോൾ ഈ ഒരു ഭാഗം ഇതുപോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. നല്ല നമ്മൾ കുർത്തയൊക്കെ കട്ട് ചെയ്യണ പോലെ അല്ല. ഇനി ഈ സ്ലീവിൻ്റെ നല്ല വശം ചേർത്തിട്ട് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വയ്ക്കുമ്പോൾ നിങ്ങൾ ആ കൈവണ്ണം എവിടെയാണ് വരണേ അതനുസരിച്ച് മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക.
ആം ഹോളിൽ എവിടെയാണ് ജോയിൻ ചെയ്യാനുള്ള ആ ഒരു ഭാഗം ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ രണ്ടും തെറ്റിപ്പോകരുത്. ഇതുപോലെ നമ്മൾ അടിച്ചെടുക്കുക. വേണ്ട ഇവിടുത്തെ കൈവണ്ണം നമുക്ക് 15 ഇഞ്ച് കിട്ടുന്നുണ്ട്. വേണ്ട കറക്റ്റ് ഇവിടുത്തെ തന്നെ. അപ്പോൾ ആ സൈഡ് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. സ്ലീവ് അപ്പോൾ ജോയിൻ ചെയ്തു. ഇനി നമുക്ക് എത്രയാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 7.5 ഇഞ്ചാണ് എനിക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടത്. ബാക്കി ഭാഗം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് ഞാൻ വിട്ടിട്ടുള്ളൂ, കാരണം അതിൻ്റെ അരിക് അടിച്ച ഭാഗമായതുകൊണ്ട് നമ്മൾ വെറുതെ ജസ്റ്റ് മടക്കിയാൽ മതി. അതിൻ്റെ തേര് ഭാഗമാണത്, അപ്പോൾ നൂല് വിടൂല. അപ്പോൾ ആ ഒരു സൈഡ് അതിന് വേണ്ടിയായിട്ടാണ് ഞാൻ ഭാഗത്തെടുത്തത്. ഇപ്പോൾ 2 സൈഡും ഞാൻ ഇതുപോലെ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ആ താഴേക്ക് ചുരുക്കിടാനുള്ള സ്കേർട്ട് ഭാഗം നോക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ഇവിടുത്തെ വണ്ണം നോക്കുകയാണ്. ഇവിടെ 21 ഇഞ്ചാണ് ഇവിടെ വണ്ണായിട്ട് കിട്ടുന്നത്. ഇനി സ്കേർട്ട് പോർഷനുള്ളത് എടുക്കാം. അപ്പോൾ ഇതാണ് സ്കേർട്ടിൻ്റെ ഭാഗം. അതിവിടെ ലെങ്ത്ത് ഞാൻ ഇവിടെ 46 ഇഞ്ച് കിട്ടുന്നുണ്ട്. പ്ലസ് 9 ഇഞ്ചാണ് യോക്കിൻ്റെ ലെങ്ത്ത്. അപ്പോൾ അത് കൂട്ടുമ്പോഴാണ് നമുക്ക് ടോട്ടൽ ലെങ്ത്ത് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ആ പാർട്ടിൻ്റെ മിഡിൽ പോർഷൻ ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ചെറിയ ചുരുക്കിടാനേ നമുക്ക് ഈ ഒരു വീതിയുള്ള തുണിയിൽ കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നമുക്കത് ആ ഒരു ചെസ്റ്റ് പോർഷൻ്റെ ഭാഗത്തേക്ക് ഇതൊന്ന് വെച്ച് നോക്കിയിട്ട് ബാക്കിയുള്ള ഭാഗം ചുരുക്കിടാം. ഇങ്ങനെയാണ് ഞാൻ സാധാരണ നൈറ്റി സ്റ്റിച്ച് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് മിഡിലും മാത്രം ഫ്ലീറ്റ്സ് മതിയെങ്കിൽ അതനുസരിച്ച് മിഡിൽ മാത്രമായിട്ട് ചെയ്യാം. ഫുള്ള് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ചെറിയ ഫ്ലീറ്റ്സ് ആക്കിയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ഫ്ലീറ്റ്സ് ഇട്ടിട്ട് കിട്ടും. ഇവിടെ ഞാൻ ഫുള്ളും ജോയിൻ ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഫ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിങ്ങനെ ജോയിൻ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ സ്ലീവിൻ്റെ കറക്റ്റായിട്ട് വയ്ക്കാം. ഇവിടുത്തെ വണ്ണം ഞാനിവിടെ 7 ഇഞ്ചാണ് വണ്ണം അടയാളപ്പെടുത്തുന്നത്. അത് ഇതുപോലെ താഴേക്ക് കൊണ്ടുവന്നിട്ട് ഫുള്ളും അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ ആ ഒരു സൈഡും നോക്കാം. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എത്രയാണ് ചെസ്റ്റ് വണ്ണം എന്നൊക്കെ മാർക്ക് ചെയ്യുക. ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇതുപോലെ ചെസ്റ്റ് വണ്ണം നോക്കുകയാണ്. 21 ഇഞ്ച് കിട്ടുന്നുണ്ട് ഈ സൈഡിൽ. 2 സൈഡ് മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഫുള്ളും ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ഫുള്ളും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഫ്രണ്ടിലും ബാക്കിലും ഈ സെയിം ഫ്ലീറ്റ്സ് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് മോഡൽ നമ്മൾ തയ്ച്ചു നോക്കുക. ഇതിലങ്ങനെ സ്ലീവ് തയ്ക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ ഈ ഒരു സൈഡിൽ നിന്ന് തന്നെയാണ് നമ്മൾ സ്ലീവ് വേണ്ടിയുള്ള തുണിയും കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി താഴത്തെ ഭാഗം അതുപോലെ മടക്കി തയ്ച്ചു കൊടുക്കുകയാണ്. നല്ല ഭംഗിയുള്ളൊരു നൈറ്റി നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുന്നും ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് നൈറ്റീൻ്റെ. അപ്പോൾ കാണാത്തവർ അതുകൂടി കണ്ടു നോക്കാം.